ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെ? ബദരീങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്. ബദർ ഉണ്ടായത് അതിനു വേണ്ടിയാണ്. ബദറിൽ 2 കക്ഷികളാണ് ഏറ്റുമുട്ടിയത്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അബൂജഹലും കൂട്ടരും. 2 പേരും ബദറിന്റെ രണാങ്കണത്തിലേക്ക് വരുമ്പോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹലും കൂട്ടരും, അല്ലാഹുവേ, ഇതാ സത്യവും അസത്യവും ഏറ്റുമുട്ടാൻ പോവുകയാണ്, ഇതിൽ സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പടച്ച തമ്പുരാനെ, ഈ കൊച്ചു സംഘമെങ്ങാനും ഇന്ന് പരാജയപ്പെട്ടാൽ നിന്നെ മാത്രം പ്രാർത്ഥിക്കാൻ ഇവിടെ ഒരു വിഭാഗം ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് 2 കൈകളും ഉയർത്തി ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമ്പോ തോളിലുള്ള മുണ്ട് താഴേക്ക് വീഴുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തു കൊടുത്തുകൊണ്ട്, പ്രവാചകരെ, ഇനി നിങ്ങൾ പ്രാർത്ഥന നിർത്തൂ, താങ്കളുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടിരിക്കും എന്ന് ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ 2 കൂട്ടരും അള്ളാഹിനോടാ പ്രാർത്ഥിച്ചത്. പിന്നെന്തിനാണ് യുദ്ധം നടന്നത്? അവിടെ വ്യത്യാസം എന്താ അറിയോ? എന്ത് പ്രയാസം വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അബൂജഹലും കൂട്ടരോ എന്തെങ്കിലും വലിയ പ്രശ്നം വന്നാൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. കപ്പൽ ആടി ഉലഞ്ഞാൽ അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. എന്നാൽ കരയിലേക്ക് രക്ഷപ്പെട്ടാലോ, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ, അവർ കരയിലേക്ക് രക്ഷപ്പെട്ടവർ സേഫായാൽ അവരതാ അതിൽ പങ്കുചേർക്കുന്നു. അവർ ലാത്തയെ വിളിക്കുന്നു, ഉസ്സയെ വിളിക്കുന്നു, മനാത്തയെ വിളിക്കുന്നു. അവരെയാണ് തെറ്റ്. എന്തേ അവിടെ യുദ്ധം ഉണ്ടാകാൻ കാരണം? അള്ളാഹിനോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്ന റസൂലുള്ളയും അള്ളാഹുവിനോടും അതിന്റെ ഇടയിൽ ആളുകളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അബൂജഹലും കൂട്ടരും തമ്മിലാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു ബദരീങ്ങൾ. അപ്പൊ ബദരീങ്ങളോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബദരീങ്ങൾ പ്രാർത്ഥിച്ച അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അല്ലാതെ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നത് ബദരീങ്ങളുടെ കോപം കിട്ടുന്ന കാര്യമാണ്. ബദരീങ്ങളെ സ്നേഹിക്കണം, ഉഹ്ദീങ്ങളെ സ്നേഹിക്കണം, മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ സ്നേഹിക്കണം, അവരെ ഒക്കെ ആദരിക്കണം. എങ്ങനെ? അവർ വിളിച്ച അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ടാണ് അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും.